ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ പുതിന പനീർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവശ്യമായ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറുതാക്കി സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന പനീർ അതിലേക്കിട്ട് ഒന്ന് കളർ പോകാതെ ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് വഴി പനീറിന് എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് മാറി കിട്ടും, നല്ല ഫ്രഷായി ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ബാക്കിയുള്ള എണ്ണയിലേക്ക് ജിഞ്ചർ അത് ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇത് 2 വറ്റൽമുളകും കൂടി ഒത്തും ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള എണ്ണയിലേക്ക് 2-3 ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ 2 എണ്ണം അതും കൂടി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം വഴണ്ടാൽ മതി, നല്ലപോലെ അമിയേണ്ട ആവശ്യമില്ല. പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. അതിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പെരിഞ്ജീരകം, ജീരകം, കറുവപ്പട്ട, ഇലാച്ചി ഒരെണ്ണം, ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ വറുത്ത് ഈ അരയ്ക്കാൻ പോകുന്നതിൻ്റെ കൂടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം. തക്കാളി ഉള്ളിലേക്ക് ഒന്ന് തണുത്തു, അപ്പോൾ അതിലേക്ക് ഈ മിക്സും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പച്ച കളറിന് വേണ്ടി നമ്മൾ പുതിനയിലയുണ്ട്, അല്പം കൂടുതൽ വേണം പുതിനയില, അല്പം മല്ലിയിലയും 3-4 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 10-12 ബദാമിൻ്റെ പരിപ്പും കൂടെ ചേർക്കണം. അതുപോലെ തന്നെ 5-6 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. കാരണം അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്താൽ ആ കറിക്ക് ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കൊഴുപ്പും കിട്ടും. അതിനാണ് ഇത് ചേർക്കുന്നത്. എല്ലാം കൂടെ നന്നായി ചേർത്ത് അരച്ചെടുത്തു. ഇനി നമ്മൾ വീണ്ടും ബാക്കിയുള്ള എണ്ണയിലേക്ക് അല്പം ഉലുവയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എണ്ണയിലിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മിക്സിയുടെ ജാറ് കഴുകുക, ആ വെള്ളവും കൂടെ ചേർക്കുക, തിളപ്പിക്കണം. ഞാനിതിലേക്ക് കറുവയുടെ ഇല ഇടാൻ വിട്ടുപോയി, അത് എണ്ണയിലേക്ക് ഇടേണ്ടതായിരുന്നു, എന്നാലാണ് അതിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങുക. നിങ്ങളുണ്ടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കറി നന്നായി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ പീസ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ജിഞ്ചർ സ്ലൈസും റെഡ് ചില്ലിയും ചേർത്ത് ഗാർണിഷ് ചെയ്യുക. കറി റെഡിയായി. പുതിന പനീർ റെഡി. ചോറ്, ചപ്പാത്തി, നാണ് ഇതിനൊക്കെയുള്ള മെയിൻ കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.